ശോ, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അവരുടെ ഇടയ്ക്കുള്ള ചെറിയൊരു സീസ് ഫയർ കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ഇതായിട്ട് ചൂടായി വരികയാണെന്ന് മാത്രമല്ല, പുതിയ പുതിയ രാജ്യങ്ങളെ കൂടെ അതിനകത്തേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ നമ്മുടെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു 3 കപ്പൽ ആക്രമിച്ചതിൽ നിന്നാണ് തുടക്കം. അപ്പോൾ അമേരിക്ക അതിന് തിരിച്ചടിച്ചു. 50 സ്ഥലത്ത് ആദ്യം അടിച്ചു, പിന്നെ ഒരു 30 സ്ഥലത്ത് കൂടെ അടിച്ചു. ആകെ കൂടെ അടിപിടി ബഹളമായി. ഇറാൻ്റെ ഇപ്പോഴത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക, തിരിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നവനെ തല്ലുക. അങ്ങനെ കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ, സിറിയ ഇവിടെയൊക്കെ കയറി ആക്രമിച്ചു. ഇസ്രായേലിനോട്ട് തൊട്ടുമില്ല. നോക്കിയേ, ഇസ്രായേലിനെ സിറിയയേക്കാൾ കുറച്ചുകൂടെ അടുത്താണ് ഇസ്രായേൽ. പക്ഷേ സിറിയയെ ആക്രമിച്ചു, ഇസ്രായേലിനെ തൊട്ടില്ല. തൊട്ടാൽ വിവരം അറിയും. അതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ഏതായാലും ഇസ്രായേലിനെ തൊടുന്നില്ല. കുവൈറ്റിൽ ഡീസാലിനേഷൻ പ്ലാന്റിന് ഭാഗികമായ തകരാറ് സംഭവിച്ചു. അതാണല്ലോ ടി വിക്കാരുടെ പറച്ചിൽ. ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഉപ്പുവെള്ളം എടുത്തിട്ട് നല്ല വെള്ളമാക്കി നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്ന സ്ഥാപനം. ആ പ്ലാന്റാണ് ഡീസാലിനേഷൻ പ്ലാന്റ്. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന പൈപ്പിന് കുഴപ്പമില്ല, നല്ല വെള്ളം നാട്ടുകാർക്ക് പോകുന്ന വഴിക്ക് പൈപ്പ് പൊട്ടി. ഇത് ഭാഗികമായ കേടുപാടെന്ന് പറയാൻ പറ്റുമോ? കംപ്ലീറ്റ് ആ പ്ലാന്റ് നശിച്ചു എന്നാണ് അതിനർത്ഥം. ഏതായാലും കുവൈറ്റിൻ്റെ കയ്യിൽ ഇത്തരം പ്ലാന്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് അവരുടെ വെള്ളം കൂടിയൊന്നും മുട്ടിയിട്ടില്ല. ബഹ്റിനിലും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയില്ല. പക്ഷേ ജോർദാനിൽ 2 അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു, 3-4 പേർക്ക് പരിക്ക് പറ്റി. അമേരിക്ക പറഞ്ഞു, എൻ്റെ ആളിനെ കൊന്നാൽ നിന്നെ വെച്ചേക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് കുറേ മിസൈലും പണ്ടാരക്കെട്ടുമൊക്കെ എടുത്തിട്ട് ഇറാൻ്റെ തലയിലിട്ടു. ഇറാൻ തിരിച്ച് സിറിയയിലേക്ക് ഒരു മിസൈൽ വിട്ടു. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഏതായാലും ഇത് ഉടനെ ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിലേക്ക് പോയി. ഈ വെള്ളം കുടി മുട്ടിക്കുക. അമേരിക്ക തിരിച്ചടിച്ചപ്പോൾ അവർ പവർ പ്ലാന്റ്, കുവൈറ്റിൻ്റെ പവർ പ്ലാന്റ് ഇറാഖും ആക്രമിച്ചു. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ കറണ്ട് കളയുക, ആ കുടിവെള്ളം മുട്ടിക്കുക, ഇതൊക്കെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മറ്റുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂതാവേശം ഇറാനും അമേരിക്കയ്ക്കും ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഈ കിണറ്റിൽ വിഷം കലർത്തുക, പശുവിന് വിഷം കൊടുക്കുക, തെങ്ങിൽ നിന്ന് തേങ്ങ പിരിച്ചുകൊണ്ട് പോവുക, മുറ്റത്ത് മൂത്രം ഒഴിച്ച് വയ്ക്കുക, ഇതുപോലെ പോസ്റ്റേ കയറി ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുക, ഈ കലാപരിപാടികളൊക്കെ അവരാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് ഇതിൻ്റെ ഉസ്താദുമാർ. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ സാധാരണ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആരും പെരുമാറുമായിരുന്നില്ല. ഇപ്പോൾ ആ നിയമവും എല്ലാവരും ലംഘിച്ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ലംഘിച്ചു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ട്രംപിനെ കൊന്നാൽ $10 മില്യൺ കൊടുക്കുമെന്ന് ഇറാൻ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇറാൻ സർക്കാരോ IRGC ഒന്നും അല്ല കേട്ടോ. IRGCക്കുള്ളിലെ ഒരു വിഭാഗം തീവ്രവാദികൾ, അവർക്ക് പ്രത്യേകം ഗ്രൂപ്പൊക്കെ ഉണ്ട്. 136 തീവ്രവാദ ഗ്രൂപ്പുകളാണ് കേട്ടോ. നമുക്ക് എണ്ണിയാൽ തീരില്ല. ഇതിൻ്റെയൊക്കെ അൽ നഹിയാൻ, അൽ ഇലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുമുണ്ട്. ഈ പേരുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളിതിൻ്റെ പേരൊന്നും അന്വേഷിച്ച് വിഷമിക്കേണ്ട. ഒരു തീവ്രവാദ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കിയാൽ മതി. $10 മില്യൺ ട്രംപിനെ കൊന്നാൽ അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. $10 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര വരും? $100 ലക്ഷം, അതായത് $1 കോടി. അത് എത്ര രൂപ ആകുമോ അത്രയും രൂപ. നല്ലൊരു ഓഫറാണ്, നല്ല കലക്കനൊരു ഓഫർ. ഈ നമ്മുടെ അലി ഖമനിയെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പണക്കാരൻ $100 മില്യൺ ഓഫർ ചെയ്തിരുന്നു. 100 മില്യൺ, എൻ്റെ അമ്മോ. വേറെ ഒരു ഗ്രൂപ്പ് 20 മില്യൺ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ആവേശത്തിനൊക്കെ പറഞ്ഞതാണെന്നാണ് പത്ര റിപ്പോർട്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞത് ഈ 10 മില്യനാണ്. എനിക്ക് ട്രംപിനോടൊന്നേ പറയാനുള്ളൂ, കാരണവരെ എന്തെങ്കിലും രക്ഷ മേടിച്ച് ജപിച്ച് കെട്ടിക്കോ.
എന്തോ വലുത് വരാനിരിക്കുന്നു. ചില്ലറ കളിയല്ല ഇവരൊക്കെ. ഒന്നാമത് ഈ $10 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കൊട്ടേഷൻ ടീം ഇറങ്ങുമെന്നേ. കേരളത്തിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊട്ടേഷൻ കാശ് $10 മില്യൺ അല്ലേ. തിരിച്ചിങ്ങോട്ട് വന്നില്ലെങ്കിൽ തന്നെ എന്താ, ഇറാനിലോ ഉസ്ബെക്കിസ്ഥാനിലോ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കരുതോ? കാശല്ലേ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇവർ പതുക്കെ ഇറാനിലേക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടികൾ, ജിഹാദികൾ, ഇവർക്കൊക്കെ താല്പര്യമുണ്ടാകും ഇതിൽ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. മൊജ്തബ ഖമേനി ടെഹ്റാൻ PO ഇറാൻ എന്ന് പറഞ്ഞിട്ടൊരു കത്തയക്കുക. ഖമേനി ചേട്ടാ, അവനെ ഞങ്ങൾ തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളോ ഒറ്റയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മട്ടത്തിന് ചെയ്താൽ മതി. അത് ഈ പറയുന്ന പോലെ മലപ്പുറം കത്തി, അമ്പും വില്ലും, കൊടുവാൾ, കട്ടപ്പാര, മറ്റേ അതുപോലത്തെ ആയുധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ് തിരിച്ചു വരാതിരുന്നാൽ മതി. ഇതൊക്കെ ഉപയോഗിച്ച് അവ കൊല്ലാനാണ് റേറ്റ്, അല്ലാതെ അത് ഇന്ന ആയുധം കൊണ്ട് വേണമെന്നൊന്നുമില്ല. ട്രംപിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് തുനിഞ്ഞിറങ്ങണം എന്നേ ഉള്ളൂ. അരയും തലയും മുറുക്കി സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരെ തട്ടാൻ പറ്റും. രൂപ 1ഉം 2ഉം അല്ല, $10 മില്യൺ, അമേരിക്കൻ ഡോളർ, നല്ല പിടയ്ക്കുന്ന സാധനം. ഇതും കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകാം. വേണമെങ്കിൽ ഇന്ത്യയിൽ വരാം. ഏറ്റവും സേഫ് ഇന്ത്യയിൽ, കേരളത്തിൽ വരുന്നതാണ്. ഹീറോയിക് വെൽക്കം ആയിരിക്കും കേരളത്തിൽ ട്രംപിനെ കൊന്ന് വരുന്ന ആളിന്. VD സതീശൻ പോയി മാലയിടും. ഞാൻ ആദ്യം മാലയിടാമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ വഴക്കുണ്ടാക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ബിനോയ് വിശ്വൻ പറയുന്നു രണ്ടാമത് മാലയിടാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിനോയ് വിശ്വൻ വഴക്കുണ്ടാക്കും. അവർക്ക് ഈ ഉപനേതൃ പദവി ആണ് അവർക്ക് നോട്ടം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഈ ട്രംപിന് അവിടെയും കിടക്കപ്പുറതിയില്ല. നാട്ടിലെങ്ങും ട്രംപിന് ഭീഷണി, വീട്ടിലും ഭീഷണി എന്ന് പറഞ്ഞ മാതിരി അവിടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഛായയില്ലേ ഉണ്ട്. DYFA എന്നൊക്കെ പറയും. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇതൊക്കെ പറയുന്ന ടീം. അപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ ലെഫ്റ്റ് എന്നാണ് മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. അതായത് അങ്ങേ അറ്റത്തെ ഇടതുപക്ഷം, ഇവിടുത്തെ നക്സലൈറ്റ്, ഇതാണ് അവരുടെ ഏർപ്പാട്. അവർ അമേരിക്കയ്ക്കുള്ളിൽ വലിയ തോതിൽ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇഷ്ടം പോലെ ഈ പാലസ്തീനെ പിന്തുണയ്ക്കുന്നവർ, ഇറാനെ പിന്തുണയ്ക്കുന്നവർ, ചുരുക്കി പറഞ്ഞ ഇന്ത്യ ഒഴിച്ച് സകല രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്നവർ അമേരിക്കയിലുണ്ട്. ഇന്ത്യയെ പിന്തുണയ്ക്കുന്നവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല. 1-2 പേര് യൂട്യൂബിലൊക്കെ കിടന്ന് കളിക്കുന്നത് കാണാം. അതൊന്നും ഗൗരവമായിട്ട് എടുക്കാനുള്ളതല്ല. ഏതായാലും ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും പാകിസ്ഥാനിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച്, അതാണല്ലോ ഇപ്പോഴത്തെ പ്രയോഗം, ചേർത്തങ്ങ് പിടിച്ചിട്ട് ഇവരെയൊക്കെ കൊണ്ട് സമരം ചെയ്യിക്കുക, ഇറാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം മുഴക്കുക, പലവിധ കലാപരിപാടികൾ അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കൊണ്ട് കിടക്കപ്പുറതിയില്ല. അവരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ജനാധിപത്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ അവകാശമില്ല, കാരണം ഞങ്ങൾ ജനാധിപത്യവാദികളല്ല. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറയുന്ന ന്യായം, ഇത് പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റുകളുടെ ന്യായമാണ്. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അവർ നമ്മുടെ കഴുത്ത് വെട്ടും. നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്, അതുകൊണ്ട് അവരെ മുട്ടുസൂചി കൊണ്ടുപോലും കൂത്താനും പാടില്ല. ഈ പരിപാടിയാണ്. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ ബോംബ് പൊട്ടിച്ചത് ന്യൂയോർക്ക് മേയർ മംദാനിയാണ്. മംദാനി എന്ന് പറഞ്ഞിട്ടൊരു മേത്തനെ കണ്ടിട്ടില്ലേ? പൂശാന്തടിയൊക്കെ വെച്ചിട്ട് മിടുക്കൻ. അപ്പോൾ അങ്ങേരാണ് ന്യൂയോർക്ക് മേയർ. പുള്ളി ന്യൂയോർക്ക് മേയർ ആയപ്പോൾ ഇവിടെ മീഡിയ വണ്ണിൽ പടക്കം പൊട്ടിക്കുക, ആഹ്ലാദം, ലഡ്ഡു വിതരണം ചെയ്യുക. ലഡ്ഡു ഒരു ഹിന്ദു പലഹാരമാണ്. അവരെന്തോ ഈത്തപ്പഴം വിതരണം ചെയ്തു ഇവിടെ മീഡിയ വൺ ചാനലിൽ. വലിയ ആഘോഷമായിരുന്നു. മംദാനി ന്യൂയോർക്ക്, അതായത് ഇസ്ലാം ഭൂമി കീഴടക്കി വരുന്നു. ന്യൂയോർക്ക് അമേരിക്കയുടെ ഹൃദയം, അത് ഹൃദയം കവർന്ന ഇസ്ലാം. എന്തൊരു വിസ്മയം. അപ്പോൾ അങ്ങനെയൊക്കെ ആഘോഷിച്ചതാണ്. ആ മംദാനി പറഞ്ഞിരിക്കുന്നത്,
നെതന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യും. പുള്ളി അവിടുത്തെ മേയറാണ്. പുള്ളിക്ക് ഇതിൻ്റെ അവകാശമുണ്ടോ, കോടതി എന്ത് പറയും, ഇതൊന്നും പുള്ളിക്ക് നോട്ടയില്ല. പുള്ളി ആദ്യമേ അങ്ങ് കയറി പ്രഖ്യാപിച്ചു, ഞാൻ നെതന്യാഹു വന്നാൽ അറസ്റ്റ് ചെയ്യും. നെതന്യാഹു ഒക്ടോബറിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനായിട്ട് അമേരിക്കയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ കാല് കുത്തിയാലെങ്കിൽ ന്യൂയോർക്കിൽ കാല് കുത്തിയാലോ അല്ലെങ്കിൽ ന്യൂയോർക്കിന് ഇച്ചിരി പുറത്ത് വെച്ചാണെങ്കിലും മംദാനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നാണ് മംദാനി പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇതിലൊന്നും മിണ്ടിയിട്ടില്ല, നെതന്യാഹുവും മിണ്ടിയിട്ടില്ല. നെതന്യാഹു വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ന്യൂയോർക്കിലെ എന്ത് സ്ക്വയറാ അത്, വാട്ടെവർ സ്ക്വയർ, ആ സ്ക്വയറിൽ വെച്ചിട്ട് മംദാനിയുടെ കഥ കഴിയും ആ നിമിഷ നേരം കൊണ്ട്. ഇതാണ് നെതന്യാഹുവിൻ്റെ സാമർഥ്യം. പക്ഷേ മംദാനി പറഞ്ഞു, ഞാൻ അറസ്റ്റ് ചെയ്യും, ഞാൻ അയാളെ ജയിലിലിടും. ഇതാണ് അമേരിക്കയിലെ അവസ്ഥ. ട്രംപിന് കിടന്നാൽ ഉറക്കം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ട്രംപിനോട് ഞാൻ പറഞ്ഞത്, ഒരു രക്ഷ മേടിച്ച് കെട്ടിക്കോ, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാകും. അതുകൂടാതെ ഈ കേരളത്തിലെ വിദഗ്ധന്മാർ, അതാണ് ട്രംപിനെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു പ്രദേശം കേരളമാണ്. കാരണം കേരളത്തിൽ കൂടോത്രം അറിയാവുന്നവരുണ്ട്. കോഴിമുട്ടയിൽ ഒരു കൂടോത്രം ചെയ്തിട്ട് വാഷിങ്ടൺ DC എങ്ങാനും കുഴിച്ചിട്ടാലുണ്ടല്ലോ, ഇവൻ്റെ വൈറ്റ് ഹൗസ് തന്നെ, വൈറ്റ് ഹൗസ് വാഷിങ്ടൺ DC എനിക്കുറപ്പൊന്നുമില്ല. എനിക്ക് ഈ അമേരിക്കയെ പറ്റി ഈ ഇത് വൈറ്റ് ഹൗസ് ഇരിക്കുന്നത് എവിടെയാണ്, ബ്ലാക്ക് ഹൗസ് ഇരിക്കുന്നത് എവിടെയാണ്, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കെന്ത് കാര്യം നീ സായിപ്പ് ഏത് സിറ്റിയിൽ താമസിച്ചാൽ എന്താ. അപ്പോൾ ഏതായാലും വൈറ്റ് ഹൗസിൻ്റെ പ്രദേശത്ത് പറമ്പിലെക്കാനും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഹൗസ് പൊട്ടി ട്രംപിൻ്റെ തലയിൽ വീഴും. സ്വാഹ. അങ്ങനെ ചെയ്യാം. ചൂണ്ടുമർമ്മം അറിയാവുന്നവരുണ്ട്. ഇവിടുന്ന് കപ്പലോ വിമാനമോ കയറി അമേരിക്കയിൽ പോയിട്ട് ട്രംപ് നടന്നു വരുന്ന വഴിയിൽ നിന്ന് ചുമ്മാ ചൂണ്ടിയാൽ മതി മർമ്മത്തേക്ക്, ട്രംപ് ഇടും, അപ്പം തന്നെ ഉരുണ്ട് വീണ് ചത്തുപോകും. ഒന്നും ചെയ്തിട്ടില്ല, വെടിവെച്ചിട്ടില്ല, ബോംബെറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് വിരൽ ചൂണ്ടുന്നത് കുറ്റവുമല്ല, ആണോ? വിരൽ ചൂണ്ടുന്നത് ഒരു രാജ്യത്തും കുറ്റകരമല്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് ആളിനെ കൊല്ലാം. ഇപ്പം ഇതൊക്കെ ഓർത്തിട്ട് ട്രംപിന് ഉറക്കമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഞാൻ പറയുന്നത്, ഈ യുദ്ധം ഉണ്ടല്ലോ, രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല, പലപ്പോഴും രണ്ട് വ്യക്തികൾ, അവരുടെ ഈഗോ, ഇതൊക്കെ തമ്മിലാകും യുദ്ധം. ഇപ്പോൾ ഇറാന് ഒരേ ഒരു വിചാരമേ ഉള്ളൂ, അവരുടെ അലി ഖമനേയും 10-45 പേരെയും കൂട്ടത്തോടെ ഹോമിച്ചു കളഞ്ഞു അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട്. അതിന് പകരം വീട്ടുക. വേറെ ലോകം എങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല. ഇതിന് പകരം വീട്ടുക, പകരം വീട്ടും എന്ന് മുസ്തഫ ഖമനേയി പ്രഖ്യാപിച്ചതായിട്ട് മുസ്തഫ ഖമനേയുടെ അടുത്ത ഈ വൃത്തങ്ങൾ, അങ്ങനെയാണ് വട്ടത്തിൽ ആൾ നിന്നിട്ട് അവർ ആണ് ഇത് പുറത്ത് പറഞ്ഞത്. ഇങ്ങനെ തമ്പുരാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, അതായത് യുദ്ധം ഉടനെ തീരുന്ന ലക്ഷണമില്ല. ഇതിനകത്താകെ നെതന്യാഹുവിനെ വറി ചെയ്യുന്നതല്ല, അങ്ങേരെ പറ്റിയുള്ള ഒരു വാർത്ത ഈ മംദാനിയുടെ അറസ്റ്റ് ഭീഷണി മാത്രമാണ്, വധഭീഷണിയില്ല. രസം അതാണ്. ഇറാൻ നെതന്യാഹുവിനെ കൊല്ലുന്നവർക്ക് ട്രംപിന് ഒരു $10 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു $5 മില്യൺ നെതന്യാഹുവിനും വിലയിടണ്ടേ? ഇല്ല, വിലയിട്ടില്ല. കാരണം വിലയിട്ടിട്ട് ഇവൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ നെതന്യാഹു ചിലപ്പോൾ ഇവനെ വഴിയിൽ വെച്ച് തന്നെ തീർത്ത് കളയും, വിലയിട്ടവനെ. അതുകൊണ്ട് നെതന്യാഹുവിൻ്റെ അടുത്ത് ആരും അടുക്കുന്നുമില്ല. ട്രംപിൻ്റെ തലയിലാണ് ഈ ഈതിബാധകൾ മുഴുവൻ കയറിയിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് നോക്കാം. താങ്ക് യു.